വയനാട് ഫണ്ട് എന്തു ചെയ്തു? ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി മാത്രമാണ് കേരളം ചോദിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ട്? ആ ചോദ്യം, അതിനുള്ള ഉത്തരം മാത്രമാണ് കേരളത്തിന് വേണ്ടത്. എത്ര പണം പിരിച്ചു, എത്ര പണം ചെലവഴിച്ചു, എത്രയുണ്ട് ബാക്കി എന്ന്. ഈ ചോദ്യത്തിന് എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറയുന്നില്ല? എന്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ ഈ ചോദ്യത്തോട് ഒഴിഞ്ഞു മാറുന്നു? ഇന്നും അത് തന്നെ സംഭവിച്ചു. ഇന്നത്തെ ചോദ്യത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് വി ഡി സതീശൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാക്കുകൾ ആദ്യം കേൾക്കാം. 5 ലക്ഷം വീടുകൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ വയനാട് മേഖലയിൽ കോൺഗ്രസ് ഉണ്ടായ കണക്കുകൾ ഇപ്പോഴും പുറത്തുവിടാൻ തയ്യാറാണ്. കണക്ക് എന്തിനാ പുറത്തുവിടുന്നത്? കണക്ക് എപ്പോഴാണ് പുറത്തുവിടുന്നത്? ഒരു പ്രോജക്ടിന്റെ കണക്ക് എപ്പോഴാണ് പുറത്തുവിടുന്നത്? ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ലേ? ആ പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു, പ്രോജക്ട് ഞങ്ങൾ ആരംഭിച്ചു. പ്രോജക്ട് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ കണക്ക് പുറത്തുവിടും. ഇടയ്ക്കിടയ്ക്ക് CPM വന്ന് കണക്ക് ചോദിക്കുമ്പോൾ കണക്ക് കൊടുക്കാൻ അവർ വല്ല ഏൽപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളെ മുഖ്യമന്ത്രി ഞങ്ങളെ വല്ലതും ഏൽപ്പിച്ചിട്ടുണ്ടോ? ഞങ്ങൾക്ക് പൈസ തന്നിട്ടുണ്ടോ വല്ലതും? ഞങ്ങളുടെ കയ്യിലേക്ക് മുഖ്യമന്ത്രി ഒന്നും പൈസ തന്നില്ല. ഒരു പ്രോജക്ടിന്റെ കണക്ക് അവതരിപ്പിക്കുന്നത് എപ്പോഴാ? CPM ചോദിക്കുമ്പോഴാ? അല്ലല്ല, പ്രോജക്ട് തീരുമ്പോൾ കണക്ക് അവതരിപ്പിക്കും. അല്ലല്ല, വെറുതെ വന്ന് ഈ മീറ്റിംഗ് ഇത് മാനിഫെസ്റ്റോയെ സംബന്ധിച്ച ചോദ്യങ്ങൾ മാത്രം മതി, വേറെ ഒന്നും വേണ്ട. അല്ലല്ല, ഇവിടെ മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പരിപാടിയാണ്. മാനിഫെസ്റ്റോയിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം ചോദിക്കാം, അല്ലാത്ത ചോദ്യത്തിനുള്ള മറുപടിയില്ല. നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങളോട് കൃത്യമായി പറഞ്ഞു. നിങ്ങൾ മൈക്ക് വാങ്ങിച്ചിട്ട് മാനിഫെസ്റ്റോ ഡിക്ലെയർ ചെയ്യുന്ന പദ്ധതിയിൽ മാനിഫെസ്റ്റോയെ കുറിച്ച് സംസാരിക്കും. മാനിഫെസ്റ്റോ പുറത്തുവിട്ടുകൊണ്ടുള്ള വാർത്താ സമ്മേളനമാണ്. അവിടെയും ചോദ്യം ഉയർന്നു. 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകും എന്നാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പ്രകടന പത്രികയിൽ. 5 ലക്ഷം വീടുകൾ നിർമ്മിച്ചു നൽകും എന്നാണ് പ്രകടന പത്രികയിൽ പറയുന്നത്. അങ്ങനെയുള്ള കോൺഗ്രസ് എന്തുകൊണ്ടാണ് വയനാടിൽ പിരിച്ച പണത്തിന്റെ കണക്ക് പറയാത്തത് എന്ന ചോദ്യം, ആ ചോദ്യം വല്ലാതെ പ്രകോപിപ്പിച്ചു പ്രതിപക്ഷ നേതാവിനെ. അദ്ദേഹത്തിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങൂ എന്നാണ് നിർദ്ദേശം കൊടുക്കുന്നത്. ആ ചോദ്യം ചോദിക്കേണ്ട, ഇത് പ്രകടന പത്രിക റിലീസ് ചെയ്യുന്ന പരിപാടിയാണ്. ഇവിടെ പ്രകടന പത്രികയെക്കുറിച്ച് മാത്രമേ ചോദിക്കാവൂ. ഇതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട്. എന്നാൽ മാധ്യമപ്രവർത്തകർ അതല്ല. എന്തു ചെയ്തു? വയനാടിലെ ദുരിതബാധിതരുടെ കണ്ണീരും ചോരയും വിറ്റ് നിങ്ങൾ പിരിച്ച പണം എന്തു ചെയ്തു? നിങ്ങൾ അത് പുട്ടടിച്ചോ? എത്ര പിരിച്ചു? എത്ര ചെലവഴിച്ചു? എവിടെയാണ് ഫണ്ട് ഉള്ളത് എന്ന ചോദ്യം ചോദിച്ചതിന് ഇതാ ഞങ്ങളുടെ കയ്യിൽ ഇത്രയാണുള്ളത്, ഇത്ര പണമുണ്ട് എന്ന് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? അതാണ് ഈ പണം പിരിച്ച് മുക്കി കോൺഗ്രസ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഇതേ ചോദ്യം KC വേണുഗോപാലിനോട്, AICCയുടെ ജനറൽ സെക്രട്ടറിയാണ്, കേരളത്തിലെ കോൺഗ്രസിൽ എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിപ്പിക്കാൻ ചുമതലയുള്ള ആളാണ്. അദ്ദേഹത്തോടും ഇതേ ചോദ്യം ചോദിച്ചപ്പോഴും അദ്ദേഹവും ഒഴിഞ്ഞു മാറുന്നു. കേൾക്കാം. കോൺഗ്രസിന്റെ കാര്യത്തിൽ കണക്ക് കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ ഈ കാര്യത്തിലൊക്കെ പറയുന്നത് മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെ കാര്യത്തിലുള്ള കണക്ക് കൃത്യമായിട്ടുണ്ട്. അത് വയനാട്ടിലെ ജനങ്ങളുടെ മുമ്പിലും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിലും വെക്കുന്ന ഒരു ബുദ്ധിമുട്ടും കോൺഗ്രസിനില്ല. ഇക്കാര്യത്തിൽ ഇത് നിങ്ങൾ പറയുമ്പോൾ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ രക്തസാക്ഷി ഫണ്ട് വെട്ടിയ ആളുകളാണ് ഈ ഭാഗം പറയുന്നത്. രക്തസാക്ഷികളുടെ ഫണ്ട് വെട്ടിയവരുടെയാണ് ഈ കാര്യം പറയുന്നത്. ഓരോരാൾ ചോദിക്കുന്നതാണോ നല്ലത്? അല്ല 5 പേര് ഒന്നിച്ച് ചോദിക്കുന്നത്. ഒരാൾ പറയടോ. മറുപടി ഞാൻ പറഞ്ഞല്ലോ. അതിന് വ്യക്തമായ കണക്കുണ്ട്. ആ കണക്ക് പറയേണ്ടടുത്ത് പറയും എന്ന് തന്നെയാ പറഞ്ഞത്. വൈകുന്നതിന് ഒരു വൈകലുമില്ല, കൃത്യമായ കണക്കുണ്ടാവും. ഇനി നിങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണമെങ്കിൽ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് അവർക്ക് സെൽഫ് ഡിഫൻസിലായ ഒരു പാർട്ടി ഉന്നയിക്കുന്ന ആരോപണത്തെ കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞതിൽ അർത്ഥമുള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജനങ്ങളുടെ മുമ്പിൽ പ്രതിക്കൂട്ടിലായി സെൽഫ് ഡിഫൻസിലായ ഒരു പാർട്ടി ഇതുപോലെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ വിഷയം മാറ്റല്ല. വയനാട് ഫണ്ടിന്റെ കണക്കെല്ലാം പുറത്തു ഇനി വരേണ്ട KPCCയുടെ മാത്രമാണ്. പേടിക്കണ്ട, അതും വരും. ഞാൻ നേരത്തെ കണ്ണൂർ പറഞ്ഞു. നിങ്ങളെ ചുമതലപ്പെടുത്തിയാണെന്ന് എനിക്കറിയാം. എല്ലായിടത്തും ഈ ചോദ്യം, ഒരേ ചോദ്യം ചോദിക്കാൻ പാടുള്ളൂ. ഞങ്ങൾ കാണിക്കും. ഞങ്ങൾക്ക് ഒന്നും ഒളിച്ചു വെക്കാനില്ല. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കോൺഗ്രസിന്റെ സ്ഥിതി. കോൺഗ്രസ് ഇക്കാര്യത്തൊക്കെ സുതാര്യമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ്. എന്തുകൊണ്ടാണ് ഇന്ന് ഇത് ഇത്ര വലിയ ചർച്ചയാകുന്നത്? മറ്റൊന്നുമല്ല,
കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനൽ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസ് വക്താവ് രാജു പി നായർ CPIM-ന്റെ സെൻട്രൽ കമ്മിറ്റി പണം പിരിച്ചിട്ടുണ്ടല്ലോ, സെൻട്രൽ കമ്മിറ്റിയുടെ വെബ്സൈറ്റിൽ അക്കാര്യം പറയുന്നുണ്ടല്ലോ, 92,99,000 രൂപ പിരിച്ചിട്ടുണ്ടല്ലോ. ആ പണം നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ മുക്കിയോ? നിങ്ങൾ പുട്ടടിച്ചോ? ശവം തൂക്കികൾ AKG സെന്ററിലാണ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ്, ആക്രോശിക്കുകയാണ് രാജു പി നായർ ചെയ്തത്. അരമണിക്കൂർ മാത്രമേ ആയുസുണ്ടായിരുന്നുള്ളൂ ആരോപണത്തിന്. കൃത്യം കണക്ക് പുറത്തു വന്നു. എത്ര രൂപ? 2 ഘട്ടമായി പണം മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. അതിന് രേഖകളടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് CPIM സെൻട്രൽ കമ്മിറ്റി ആരോപണത്തിന് മറുപടി പറഞ്ഞത്. 2 ഘട്ടമായി ആദ്യം 92 ലക്ഷവും രണ്ടാം ഘട്ടമായി 99,000 രൂപയും കൈമാറിയതിൻ്റെ രസീതടക്കം പുറത്തു വന്നു. അതോടുകൂടി മിണ്ടാട്ടമില്ല. സ്വാഭാവികമായും ആ ചോദ്യം ചോദിച്ച രാജു പി നായർക്ക്, കോൺഗ്രസിന്റെ വക്താവിന്, കോൺഗ്രസ് പിരിച്ച പണം എവിടെ എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഉത്തരവാദിത്തമില്ലേ? പ്രതിപക്ഷ നേതാവിന് ഉത്തരവാദിത്തമില്ലേ? AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ ഉത്തരവാദിത്തമില്ലേ? പ്രതിപക്ഷ നേതാവ് പൊട്ടിത്തെറിക്കുന്നു, KC വേണുഗോപാൽ ഒഴിഞ്ഞു മാറുന്നു. ഇനിയിപ്പോൾ KPCC പ്രസിഡന്റിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം ബബ്ബ പറഞ്ഞ് മാറുന്നു, പ്രതികരിക്കുന്നില്ല മാധ്യമങ്ങളോട്. എവിടെ പോയി? 150 കോടിയിലേറെ രൂപ പിരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും KPCC പിരിച്ച പണത്തിന്റെ കണക്ക് ഇന്നല്ലെങ്കിൽ നാളെ പറയേണ്ടി വരും. ജനങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും.